ഞാൻ പെൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഞങ്ങൾ മുന്നിൽ കാണിക്കുന്നത് BS4 350 ആണ്. അതിൽ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ ഇതിൽ ABS വരുന്ന വണ്ടിയാണ്. നോക്കുക, ഇതാണ് ABSന്റെ റോട്ടർ വരുന്നത്. ABS സെൻസർ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഈ ABS സെൻസറിന്റെ കേബിള് ഇവിടെ നല്ല ഫിക്സ് ആണോ നോക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പോവുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് നമ്മൾ ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് ABSന്റെ സെൻസറിന് വല്ലാതെ വിലയൊന്നും വരുന്നില്ല, എന്നാലും അതൊന്നും ശ്രദ്ധിക്കുക. അത് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ റീപ്ലേസ് ചെയ്യുക. അതേമാതിരി റിയർ ABS സെൻസർ വരുന്നതാണ്. പിന്നെ BS6ന്റെ കാര്യം ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് BS4 ABSഉം. ആ ABS മോഡുലേറ്ററിനൊക്കെ ഒരേ സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. സിംഗിൾ ചാനലായാലും ഡബിൾ ചാനലായാലും ഒക്കെ അതേ പ്രൈസ് തന്നെയാണ്, സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് ABSന്റെ മോഡുലേറ്റർ വരുന്നത്. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മോഡുലേറ്ററിൻ്റെ ഈ ഒരു ഭാഗം ശരിക്കും ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ശരിക്കും ടാപ്പ് ചെയ്തിട്ട് കേട്ടോ. ഈ കപ്പറൊന്ന് അയച്ചിട്ട് വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് കപ്പറൊന്ന് ശരിക്കും ഒന്ന് അയക്കുക. കപ്പർ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബാറ്റിനെ നെഗറ്റീവ് ടെർമിനൽ ഒഴിവാക്കിയിടണം കേട്ടോ. ബാറ്റ് അയച്ചതിന് ശേഷം മാത്രമേ കപ്പർ അയക്കാവൂ. അയച്ചതിന് ശേഷം നമ്മൾ ഇതിൽ കംപ്ലീറ്റ് കറക്റ്റ് ടാപ്പ് ചെയ്തിടുക. ശരിക്കും ചുറ്റി ടാപ്പ് ചെയ്തത് വാട്ടർ പ്രൂഫ് ആക്കിയിടുക. എന്നിട്ട് റീപ്ലേസ് ചെയ്യാറ്. ഇതിനുള്ള റബ്ബർ ഉണ്ടാവാറുണ്ട്. റബ്ബറൊക്കെ വലിച്ച് തന്നെ പറഞ്ഞാൽ നമ്മൾ വണ്ടി പായിക്കുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ പിന്നെ ലൂസാനനുസരിച്ച് വലിച്ച് പറിച്ച് കളയാറാണ് മിക്കവാറും പതിവ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഉപയോഗം എന്താണെന്നുള്ളത് നമുക്കത് കംപ്ലൈൻ്റ് ആകുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പം ഈ ഒരു കാര്യം പിന്നെ BS4 വണ്ടിയിൽ BS4 ABS വരുന്ന വണ്ടിയിൽ മെയിൻ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അതായത് മെയിൻ ചിലവ് വരുന്ന കാര്യമാണ്. BS6ൻ്റെ അതേമാതിരി തന്നെ 16,000 രൂപ ചിലവ് വരുന്നുണ്ട് ഈ ഒരു മോഡുലേറ്ററിന്. ഈ മോഡുലേറ്റർ കംപ്ലൈൻ്റ് ആയാലും കോമൺ കംപ്ലൈൻറ്റ്സ് ആണ്, ഉള്ളിൽ വെള്ളം കയറിയിട്ട്. അപ്പോൾ നമ്മളിത് അയച്ച് കംപ്ലൈൻറ്റ്സ് ആയ സമയത്ത് അയച്ച് നോക്കുമ്പോൾ ഉള്ളിൽ വെള്ളം കയറിയാന്നാണ് കണ്ടിട്ടുള്ളത്. ഞാൻ മോഡുലേറ്റർ അയച്ചിട്ട് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമാണ് കണ്ടത്. കംപ്ലീറ്റ് ബോഡി ഷോർട്ടാറാണ് പതിവ്. അപ്പോൾ BS4 വണ്ടി എടുക്കുമ്പോൾ ABSന്റെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഇത് വണ്ടി റണ്ണിങ്ങിൽ ഓഫായും വേണം കേട്ടോ. വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, റണ്ണിങ്ങിൽ 5 കിലോമീറ്റർ സ്പീഡായി കഴിഞ്ഞാൽ അപ്പോൾ ഓഫാവും. ഇത് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് അതോ കംപ്ലൈൻറ്റ് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം, അത് സെൻസറാണോ അല്ലെങ്കിൽ മോഡുലേറ്റർ ആണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വണ്ടി വാങ്ങിക്കുക എന്നുള്ളതാണ് ABS ആഗ്രഹിച്ച് വണ്ടി എടുക്കുന്നവർ പറയാനുള്ളത്. കാരണം നമ്മളൊരു ABS വണ്ടി എടുക്കുമ്പോൾ ABSന്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ABS വണ്ടി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ABS നമ്മൾ സർവീസ് ചെയ്യാന്നുള്ളത് ഹൈലി എക്സ്പെൻസീവ് ആണ്. അതിനെ 15-16 രൂപ മുടക്കിയിട്ട് ഒരു ABS മോഡുലേറ്റർ റീപ്ലേസ് ചെയ്യാൻ ഇപ്പം പല ആളുകളോടും സാധിക്കുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ABS മോഡുലേറ്റർ മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം തെറിക്കാനും വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ വെള്ളം ഇതിനുള്ളിലേക്ക് പ്രഷർ ചെയ്ത് ഉള്ളിലേക്ക് കയറി പോകാനും കാലപ്പഴക്കൊണ്ടൊക്കെ റബ്ബർ വാട്ടർ പ്രൂഫ് കപ്പളാണെങ്കിലും കൂടി ഉള്ളിലൂടെയൊക്കെ വെള്ളം അടിച്ച് കയറാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കപ്പർ അയച്ചതിന് ശേഷം ശരിക്കും ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി പാക്ക് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുക. അതാണ് BS4 വണ്ടി ഉപയോഗിക്കുന്ന ആളുകളോട്, BS4 ABS വണ്ടി ഉപയോഗിക്കുന്ന എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇടം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.